ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടല റോസ്റ്റ് തയ്യാറാക്കിയെടുത്താലോ? കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു കടല റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് വീഡിയോ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോകരുത്. പിന്നെ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിടാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളൂ. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കടല റോസ്റ്റ് തയ്യാറാക്കി എടുത്താലോ? വീഡിയോ കാണാം. ഞാനിതിലേക്ക് 1.5 കപ്പ് കടലയാണ് എടുത്തത്. അത് തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കടലയൊക്കെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് കടല വേവിച്ചെടുക്കാം. ഇപ്പോൾ കടലയൊക്കെ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തത്. അത് നന്നായി മൂത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 വലിയ ഉള്ളിയാണ് എടുത്തത്, മീഡിയം സൈസിലുള്ളത്. അത് ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അല്പം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉള്ളി സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. പൊടികൾ ഒട്ടും കരിഞ്ഞു പോകാനും പാടില്ല. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കടല ചേർത്ത് കൊടുക്കണം. ആ കടല വെന്ത വെള്ളത്തോടു കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിവാക്കരുത്. ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ കടല വെന്ത് വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പം അതുവരെ നമുക്കത് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളമൊക്കെ വറ്റി കടല നല്ല ഡ്രൈ ആയി കിട്ടുന്ന പാകം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പം കടലയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കടലയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതല്ല കുറച്ചുകൂടി നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എൻ്റെ കടല റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് ഇടുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. നല്ല ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു എരിവ് പാകമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാട്ടോ കൂടുതൽ ടേസ്റ്റ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാം. ഇനി പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.